ഗോതമ്പ് പൊടിയും സവാളയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അധികം എണ്ണയൊന്നും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം. ഇനി ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. കൂടുതൽ ലൂസാവാത്ത രീതിയിൽ ഒരു പാകം കട്ടിയിലായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സാക്കിയിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇതേ ഒരു കട്ടിയിലായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നല്ല പോലെ വഴന്ന് കിട്ടിയാലാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളി കുറച്ചൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ട് 1 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ വഴന്ന് കിട്ടിക്കോളും. തക്കാളി നല്ല പോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇല്ലെങ്കിൽ അതിന് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായതിനു ശേഷം ഓരോ തവി എടുത്തിട്ട് കട്ടിയില്ലാത്ത രീതിയിൽ പരത്തിയെടുക്കാം. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മുകൾ ഭാഗം ഒന്ന് സെറ്റായി വന്നാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് വെച്ചെടുക്കണം. ദോശയുടെ അടിഭാഗം മുകൾ ഭാഗത്തേക്ക് ആക്കി വെക്കാം. എന്നിട്ട് മുകളിലായിട്ട് ഫില്ലിംഗ് വെച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം. ദോശ നല്ല ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഒട്ടുന്നില്ല വെച്ചെങ്കിൽ കുറച്ച് മൈദ കലക്കിയെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദോശയും കൂടി ചുട്ടെടുക്കാം.
നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. ഇനി ഓരോന്നായിട്ട് വെച്ചെടുക്കാം. ഇത് വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ വെന്ത സാധനങ്ങളാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക. മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയാൽ പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്